ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ്. ഇന്ന് എന്താണല്ലേ, നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. ചിക്കൻ 65 വെരി ടേസ്റ്റി. അതെങ്ങനെ? ഞാൻ വെജിറ്റേറിയൻ അല്ല, പക്ഷെ എൻ്റെ ഫാമിലി വെജിറ്റേറിയൻ അല്ല, ഭയങ്കര ചിക്കൻ ലവേഴ്സ് ആണ്. ചിക്കൻ 65 എന്ന് പറയുന്ന ഈ വീട്ടില് മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ബോൺലെസ് ചിക്കൻ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നിങ്ങളുടെ ഫാമിലിക്ക് കൊടുത്തു നോക്കൂ, ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പിന്നെ ഞാൻ എൻ്റെ മോനാണ് ആദ്യം ട്രൈ ഔട്ട് ചെയ്യാൻ കൊടുത്തത്. അവൻ ട്രൈ ഔട്ട് ചെയ്തപ്പോഴേ നിങ്ങൾ എൻ്റെ റിയാക്ഷൻ വീഡിയോ കണ്ടു നോക്കുക. അത് അവൻ്റെ കയ്യിലിരുന്ന് തന്നെ തീർന്നു, പകുതിയിൽ കൂടുതൽ തീർന്നായിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യം വീഡിയോ എടുക്കാൻ പോകുമ്പോഴും മോനെ തിന്നല്ലേ, വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഞാൻ അതിനകത്ത് അളവുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ ആരെങ്കിലും എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ഞെക്കിയേക്കണേ. അപ്പൊ വീഡിയോയിലോട്ട് പോയാലോ, വീഡിയോ കണ്ടാലോ? ആദ്യം മോന്റെ റിയാക്ഷൻ കണ്ടു നോക്കുക, അത് കഴിഞ്ഞിട്ട് റെസിപ്പിയിലോട്ട് പോവാട്ടോ. അപ്പോൾ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ അടിപൊളി ചിക്കൻ 65 റെഡിയാണ്. സഹിക്കാൻ വയ്യ, നല്ല ചൂടുണ്ട്. പക്ഷെ അടിപൊളി കാണും. കുറച്ച് പപ്പടമൊക്കെ അങ്ങനെ കുറച്ച് ചുമന്നത് ചുമന്നത് നല്ല സ്പൈസിയാ. ആ ഒരു ഫ്ലേവർ മൊത്തത്തില് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മാസ്റ്റർ പീസ് ആയിട്ട്. പിന്നെ ലൈവ് കിട്ടോ, പെട്ടെന്ന് തമ്മിൽ എടുത്തില്ലെങ്കിൽ കഴിച്ചു തീർക്കും. അപ്പൊ നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാന്ന് നല്ല ചിക്കൻ 65. അപ്പൊ അതിന് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചു. പിന്നെ ഒരു 10 അല്ലി ഗാർലിക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, അത് വേണം. പിന്നെ വേണ്ടത് നമുക്ക് പൊടികളാണ് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് അളവ് പറയുന്നത്. ആദ്യം കശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ. ഒരു 2.75-3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു 2.25 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ചില്ലി പൗഡർ, കശ്മീരി റെഡ് ചില്ലി പൗഡർ. പിന്നെ ഈ ടീസ്പൂൺ കണക്കാണ് കേട്ടോ എല്ലാം. അപ്പൊ ഇതിൻ്റെ അകത്ത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അഫ്കോഴ്സ് ഗരം മസാലയാണ് വേണ്ടത്. ഗരം മസാല ഇത് വീട്ടിൽ പൊടിച്ചാറിന് ഞാനൊരു 1/2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. 1/4 to 1/2 മതി. ഭയങ്കര സ്ട്രോങ് ആണ് ഫ്ലേവേഴ്സ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കുറച്ചുകൂടി കൂടിയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് നമുക്ക് ജീരകപ്പൊടിയാണ്, അത് 1 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് കൂടാണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഉപ്പ് വേണം. ഉപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പ് നാരങ്ങ, ഒരു 2 നാരങ്ങ കേട്ടോ, ഒരു മീഡിയം സൈസ് നാരങ്ങ 2 എണ്ണം നമ്മൾ പിഴിഞ്ഞൊഴിക്കുക അതിൽ. നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്, 2 നാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പറഞ്ഞ പോലെ ഉപ്പാണ്. അപ്പം ഇനിയും ഉപ്പ് നമുക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.25 ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ നക്കി നോക്കിയിട്ട് നാക്കിയാൽ മതി. പിന്നെ ഇത് ഒരു 1/2 കപ്പ് നല്ല തൈര്, അധികം പുളിയില്ലാത്ത തൈര് കേട്ടോ. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ നാരങ്ങ ഒഴിക്കുന്നുണ്ട്. അപ്പം നാരങ്ങയുടെ പുളിയുണ്ട്. തൈരും കൂടി ഭയങ്കര പുളിച്ചു പോയ തൈര് ഒഴിക്കരുത്. നല്ല ക്രീമി കൺസിസ്റ്റൻസി, സോഫ്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി തൈര് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റാക്കി ഇതേപോലെ കൊണ്ടുവരിക, നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട്.
അത് പേസ്റ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്തൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഓക്കെ, വലിയ ഹീപ്ഡ് 2 ടേബിൾ സ്പൂൺ ഇട്ടുള്ളൂ. ഇത്രയും നമ്മൾ അവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് വരുന്നത് ഒരു 400 ഗ്രാമാണ്. അപ്പോൾ ഞാനിതിൽ 2 പാക്കറ്റ് വാങ്ങിച്ചു, പക്ഷേ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയായിരുന്നു, ഒരു സൂപ്പിന് വേണ്ടിയിട്ട് മാറ്റിയായിരുന്നു. അപ്പോൾ ഇത് ഒരു 650 to 700 ഗ്രാംസ് കാണും എന്തായാലും. അപ്പോൾ ഇതിങ്ങനെ വേണം കേട്ടോ അരിയാനായിട്ട്, ബിക്കോസ് അല്ലെങ്കിൽ ചിക്കൻ നമ്മളിങ്ങനെ ചെരിച്ചൊക്കെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡ്രൈ ഔട്ട് ആയി പോകും എന്നാണ് പറയുന്നത്. ഇത് ആ വെയിൻസ് അതിൻ്റെ ആ മസിൽ അതനുസരിച്ചിട്ട് തന്നെ മുറിച്ച് കഴിഞ്ഞാൽ സോഫ്റ്റും ചിക്കൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഹാർഡാവില്ല. അപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഈ കട്ടിങ് കാണിച്ചത്. മൊത്തം കട്ടിങ് കാണിക്കുന്നില്ല, പോറടിപ്പിക്കുന്നില്ല. അപ്പം ഇതിപ്പോൾ ഞാൻ അത്രയും ഒരു 700 ഗ്രാംസ് എന്ന് വെച്ചോളൂ. 700 ഗ്രാംസ് ചിക്കനാണ് ഈ അളവുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കോഴിയിലോട്ട് നമ്മൾ പുരട്ടി കൊടുക്കുക. അപ്പം ഈ സമയത്ത് വേണമെങ്കിൽ നക്കി നോക്കാം. ഞാൻ ഈ സമയത്താണ് കേട്ടോ നക്കി നോക്കുന്നത്, ബിക്കോസ് ഞാനൊരു വെജിറ്റേറിയൻ ആണ്. ഞാൻ ചിക്കൻ കഴിക്കാത്ത ആളാണ്. പിന്നെ ഇത് പുരട്ടി നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് അറിഞ്ഞ് പിന്നെ അതിൽ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മാരിനേഷൻ ഒന്ന് നക്കി നോക്കുക, എല്ലാം പാകമാണോ എന്ന് നോക്കുക. എന്നിട്ട് ചിക്കനെ നല്ല പോലെ ഒന്ന് അവനെ മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇങ്ങനെ നമ്മൾ അവനെ ഇങ്ങനെ ഇട്ട് മസാജ് ചെയ്ത് എല്ലാ സ്ഥലത്തും അതിനെ പറ്റിച്ച് പിടിപ്പിച്ചെടുക്കണം. ചിക്കൻ ആയാലും ഒരുപാട് നേരം മാരിനേഷൻ ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്താൽ ധാരാളം മതി. നമ്മൾ ബീഫോ അങ്ങനെ മട്ടനൊക്കെ ആണെങ്കിൽ മാരിനേഷൻ കുറച്ച് കൂടുതൽ നേരം വേണ്ടി വരും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഒരു അരമുക്കാൽ മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ഇത് അപ്പത്തേക്കും റെഡിയാവും. അതാണ്. അപ്പം ഇങ്ങനെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുത്ത് അതിനെ എല്ലാ സ്ഥലത്തോട്ടും അത് പിടിപ്പിച്ച് വെക്കണം. ഞാനൊരു ഗ്ലാസ് ബോൾ എടുത്ത് നിങ്ങൾക്കത് കാണാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പം അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ. ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വറുത്തെടുക്കാം, നമുക്ക് റെഡിയാവും. അപ്പോഴത്തേക്കും ഞാനൊരു 1/2 മണിക്കൂറേ വെച്ചുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയായി എന്നല്ലേ. പക്ഷേ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ, ഇതിൻ്റെ അകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് വറുത്തതിന് ശേഷം. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് വാച്ച് ചെയ്യാതിരിക്കരുത്, ബിക്കോസ് അതും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവുന്നത് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു നോക്കൂ. ഇതിപ്പോൾ നമ്മൾ വറുത്തെടുക്കലാണ്. നമ്മൾ ഓരോരോ പീസ് പിച്ചി നമ്മൾ ചെറിയ പീസായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചുമ്മാ ഇങ്ങനെ പെറുക്കി കഴിക്കാം, ഭയങ്കര ടേസ്റ്റ്. അത് വറുത്തും കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി ഷ്രിങ്ക് ആവും. അപ്പം ഇനി വലിയ പീസ് വേണമെന്നുള്ളവർക്ക് വലിയ പീസാക്കാം, പക്ഷെ എനിക്ക് വലിയ പീസിനോട് യോജിപ്പില്ല. ഇത് ഒന്നെങ്കിൽ ഇത് ചെറിയ പീസാകുമ്പോൾ പെട്ടെന്ന് മീൻസ് വെന്ത് വരാനും എളുപ്പമാണ്, വറുത്ത് വരാനും എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് അധികം നേരം ഒന്നും എടുക്കില്ല കേട്ടോ, ഇത് പെട്ടെന്നാവും. ഇതിപ്പോ ഞാൻ കട്ട് ചെയ്താ കാണിക്കുന്നത്, പക്ഷെ ഇത്ര പെട്ടെന്നാവില്ല കേട്ടോ, കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നാലും കരിയാണ്ട് നമ്മൾ ആയത് ചില പീസ് ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ നേരത്തെ ഇട്ട പീസുകൾ കാണും. അതൊക്കെ നോക്കി കണ്ട് നമ്മൾ എടുത്തോളണം. ഓക്കെ, ഞാൻ പറഞ്ഞു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആ സമയത്ത് എല്ലാം കൂടി വറുത്ത് കോരാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പൊ അത് നോക്കി നമ്മൾ ആയത് മാറ്റിക്കൊള്ളണം. കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. വാവ്, സോ ടേസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇത് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വറുത്ത് കോരാൻ നോക്കരുത്, ബാച്ചായിട്ടേ ചെയ്യാവുള്ളൂ. ബിക്കോസ് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പാൻ വലുതാണെങ്കിൽ
പോലും എല്ലാം കൂടി ഒരുമിച്ചായി കഴിയുമ്പോൾ നമ്മുടെ തീ ഗ്യാസിൻ്റെ നല്ല തീ ആണെങ്കിൽ നമുക്ക് കുറേം കൂടി വലിയ പാനിലിട്ടെടുക്കാം. എൻ്റെ ഫ്ലെയിം അത്ര ഒരു ഹൈ ഫ്ലെയിം അല്ല. അപ്പം ഞാൻ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാം കൂടി ആ ഒരു ടെമ്പറേച്ചർ വേണം, നല്ല ചൂട് വേണം എനിക്ക്. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അങ്ങ് ലോ ആയിപ്പോവും, പിന്നെ അത് ശരിയാവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ നമ്മുടെ അടുപ്പിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് വേണം എത്ര ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര വലിയ പാൻ വെക്കണം എന്നൊക്കെ ഉള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതൊരു 3-4 ബാച്ചായിട്ടാണ് വറുത്തെടുത്തത്. ബിക്കോസ് എല്ലാം കൂടി വറുത്തെടുക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. അത് കാരണം 4 ബാച്ചായിട്ട് വറുത്തെടുത്തു. നിങ്ങളുടെ വീട്ടിലും വറുത്തെടുക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വന്ന് കഴിച്ചിട്ട് പോകട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഇതും കൂടി ചെയ്താലാ ടേസ്റ്റ് എന്ന്. ഇതേപോലെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെക്കുക, ഒരു 5-6 അല്ലി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക, കരിവേപ്പില എടുത്ത് വെക്കുക, പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെക്കുക, കുറച്ച് കടുക് വറുക്കാനുള്ള മുളക് എടുക്കുക. എല്ലാം കൂടി നമ്മുടെ വറുത്തതിന് ശേഷം ഉള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതിൽ പറ്റി പിടിച്ചിരിക്കുന്നത്, അതിലോട്ട് നല്ല പോലെ ഒന്ന് പെരട്ടി റെഡിയാക്കി വെക്കുക. ചിക്കൻ എല്ലാം വറുത്തതിന് ശേഷം നമ്മൾ അവനെ ഒന്ന് വറുത്തെടുക്കും. അയ്യോടാ എന്നാ ടേസ്റ്റാന്നറിയോ അങ്ങനെ ചെയ്യുന്നതിന്. അപ്പം ഡെഫിനറ്റായിട്ടും ഈ ഒരു ട്രിക്ക് നിങ്ങൾ മറക്കരുത് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. കണ്ടോ എല്ലാം പെരണ്ടിരിക്കുക. അതും നമ്മൾ പെരട്ടി ഒരു 10 മിനിറ്റ് ഇരുന്നോട്ടെ, ആ മുളകിലൊക്കെ നല്ലപോലെ പിടിക്കും. അപ്പം അതേ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് ഞാനിനി ഇത് ഇട്ടൊന്ന് വറുത്ത് കോരി ആ ചിക്കൻ്റെ പുറത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ ഹോട്ടൽ സ്റ്റൈലിലൊക്കെ നമ്മൾ കുറച്ച് പപ്പടം നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇത് വറുത്ത് കോരി അതിൻ്റെ പുറത്തോട്ട് ഇടുക. കുറച്ച് പപ്പടത്തിൻ്റെ സ്ട്രിപ്സും കൂടി വറുത്ത് അതിൻ്റെ പുറത്ത് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അടിപൊളി ചിക്കൻ 65 റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി മൊമെന്റ്സ്. വിൽ ബി സൂൺ വിത്ത് അനദർ വീഡിയോ. ബൈ.